അതിന് വഴിയുണ്ട്. എനിക്കൊന്നുകൂടി ആ വീട്ടിലൊന്ന് പോകേണ്ടി വരും. വിവാഹത്തോടനുബന്ധിച്ച് ചടങ്ങുകളെക്കുറിച്ച് അവരെ അറിയിക്കാമെന്ന മട്ടിലാകാമത്. എന്നാ നമുക്ക് ഇപ്പൊ തന്നെ പോയാലോ? വേണ്ട. ഈ യാത്രയിൽ നീ എന്നോടൊപ്പം വേണ്ട. നിനക്ക് പകരം വേതാളിയെ പോലൊരാളാണ് അതിനാവശ്യം. വേതാളിയോ? അതാരാ? അതൊന്നും നീ അറിയണ്ട ഗഗൻ. അവളുടെ ക്ഷേത്ര ദർശനം മുടങ്ങിയാ പോരെ നിനക്ക്? അത് ഞാൻ ചെയ്തോളാം. ഇപ്പോ നീ മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കണ്ട. നിന്റെയും ദേവൂട്ടിയുടെയും വിവാഹം നടക്കാൻ പോവുകയാണ്. ആലോചന അതിനെക്കുറിച്ച് മാത്രം മതി. ബാക്കിയൊക്കെ എനിക്ക് വിട്ടേക്ക്. അതിപ്പോ അരമണിക്കൂർ കൂടി കഴിഞ്ഞു വന്നാ മതിയോ മധുസൂന? അയ്യോ, കടയിൽ ആളില്ല, അതുകൊണ്ടാ. സുരേന്ദ്രനും എത്തിയിട്ടില്ല. എത്തിയ ഉടനെ അങ്ങോട്ട് വരാം. ശരി ശരി. ചേടാ, ഈ സുരേന്ദ്രൻ എന്താ വൈകുന്നത്? അത്യാവശ്യമായിട്ട് ബാങ്കിൽ എത്തുകയും വേണമല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ആ, സന്ദീപ് സാറേ, ഒന്നിങ്ങി വരുമോ? എന്താ കുമാരേട്ടാ? ഒരു സഹായം ചോദിക്കാനാ ഞാൻ വിളിച്ചേ. ഒന്നും തോന്നരുത്. സാർ തിരക്കിലാണോ? അല്ല കുമാരേട്ടാ, പറഞ്ഞോളൂ, എന്താ വേണ്ടത്? അതെ, എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് ബാങ്ക് വരെ പോണം. ഒരു ലോണിന്റെ കാര്യത്തിനാ. ഇപ്പൊ ചെന്നാ മാനേജരെ കണ്ട് സംസാരിക്കാമെന്ന് അവിടുത്തെ ഒരു സ്റ്റാഫ് വിളിച്ചു പറഞ്ഞു. കടയിലാണെങ്കിൽ സുരേന്ദ്രൻ വന്നിട്ടുമില്ല. മാനേജർ പോകുന്നതിന് മുമ്പ് എനിക്ക് അയാളെ കണ്ട് ഒന്ന് സംസാരിക്കണമായിരുന്നു. അപ്പോ സാറിന് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ സുരേന്ദ്രൻ വരുന്നിടം വരെ കടയൊന്ന് നോക്കാമോ? അതിനെന്താ കുമാരേട്ടാ, ഒരു അത്യാവശ്യ കാര്യമല്ലേ. കുമാരേട്ടൻ പോയിട്ട് വാ. അങ്കിള് വരുന്നിടം വരെ ഞാൻ നിന്നോളാം ഇവിടെ. ബുദ്ധിമുട്ടാവില്ലല്ലോ അല്ലേ? ഏയ് ഇല്ലാന്നേ, ചേട്ടൻ ധൈര്യമായിട്ട് പോയിട്ട് വാ. വലിയ ഉപകാരം. ഭാഗ്യത്തിനാ സാറിനെ കണ്ടത്. ഞാൻ പോയിട്ട് പെട്ടെന്ന് ഇങ്ങ് വരാം. അല്ല, അതിനുള്ളിൽ സുരേന്ദ്രൻ വരുമായിരിക്കും. കുമാരേട്ടൻ തിരക്കൂട്ടണ്ട, കാര്യങ്ങളൊക്കെ ഭംഗിയാക്കിയിട്ട് വന്നാൽ മതി. ശരി സാറേ. എന്താ മാഷേ, സ്വപ്നം കാണുമായിരുന്നോ? ആ, വിദ്യാമ്മ. ഇതെന്താ ഇവിടെ? അത് പിന്നെ ഞാനിതുവഴി പോയപ്പോ കുമാരേട്ടൻ കട എന്നെ ഏൽപ്പിച്ചിട്ട് ഒരു അത്യാവശ്യ കാര്യത്തിന് പോയതാ വിദ്യാമ്മ. എനിക്ക് പതിവ് ഹാരം വേണം, അതിനാ വന്നത്. അല്ല, അതിപ്പോ ദേ, ഈ മാലയും ഈ ഇരിക്കുന്ന പൂക്കളും.
അല്ല, സന്ദീപ് പിന്നെ ദേവൂട്ടിയെ കണ്ടില്ലേ? ഇല്ല. പോകുന്നതിന് മുമ്പ് എനിക്ക് ഒരിക്കൽ കൂടി ദേവൂട്ടി ഒന്ന് കാണണമെന്നുണ്ട് വിദ്യാമ്മേ. എന്താ, അവളെ കണ്ട് യാത്ര ചോദിക്കാനാണോ? എങ്കിലത് വേണ്ട കേട്ടോ. ആ പാവത്തിനത് വിഷമാവും. നാളെ ദേവൂട്ടിയുടെ പിറന്നാളാ. അതെയോ? രാവിലെ മൂകാംബികാമ്മയെ തൊഴാൻ ദേവൂട്ടി വരും. അപ്പൊ സന്ദീപും വന്നോളൂ. നേരിൽ കണ്ട് പിറന്നാൾ ആശംസിക്കുകയും ചെയ്യാലോ. ഞാൻ ഉറപ്പായിട്ടും വരും വിദ്യാമ്മേ. എനിക്ക് ദേവൂട്ടി കാണണം. ശരി, കുമാരേട്ടൻ വരുമ്പോ പറയൂ ഞാൻ വന്ന് ഹാരം കൊണ്ടുപോയെന്ന്. ശരി. ഗഹന്റെ അമ്മയെ കൂടാതെ എനിക്ക് ഈ ഒരു സഹോദരി കൂടിയുണ്ട്. ഇവളുടെ പേര് വാസന്തി എന്നാ. ഇത് വാസന്തിയുടെ മകൾ കാഞ്ചന. ആ, ഇന്ന് ചേട്ടന്റെ കൂടെ ഞാനും പോരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ ഇവക്കും ഒരാഗ്രഹം. ഗഗൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ ഒന്ന് കാണണമെന്ന്. അതാ ഇവളും കൂടെ വന്നത്. കല്യാണ പെണ്ണില്ലേ ഇവിടെ? ഉണ്ട്, അവൾ അകത്തുണ്ട്. ഇപ്പൊ വരും. ആ, ദാ വരുന്നുണ്ട്. ഇതാണ് ദേവൂട്ടി. ഇത് ഇവളുടെ അനിയത്തി അഖില. ഗഗന്റെ ഇളയമ്മയും മോളുവാ. കല്യാണത്തിന് മുമ്പ് കല്യാണ പെണ്ണിന് ഒരു വള സമ്മാനിക്കുന്ന ആചാരമുണ്ട് ഞങ്ങളുടെ കുടുംബത്തില്. വാസന്തിയും മോളും വന്നത് അതിനും കൂടിയാ. മോളെ, ആ വളയം എടുക്ക്. മോളിങ് വാ. ചെല്ലുമോളെ. ദേവുട്ടി, ഇപ്പൊ അണിയിച്ചത് വളയല്ല, ഈ അഘോരം നിനക്കായി തീർത്ത കൈവിലങ്ങാണ്.